വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലനായിട്ടുള്ള ഒരു ഷവർമ പോളയാണ്. ചിക്കൻ ഷവർമ പോള. ഷവർമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ ഷവർമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷവർമ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കിടിലനായിട്ടുള്ള ചിക്കൻ ഷവർമ പോള എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 4 മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പോളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 4 മുട്ട യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയ പോളയൊക്കെയാണ് തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 എഗ്ഗ് വേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂണ് വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തിട്ടാണ് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഈ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് ഓയിലാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പോള നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഷവർമയുടെ അതേ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറിലാണ് വേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം തിക്കായിട്ട് പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 കപ്പ് ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു സവാള, കുറച്ചൊരു 1/4 കപ്പ് ക്യാപ്സിക്കം, പിന്നെ ഒരു 1/4 കപ്പോളം ക്യാരറ്റ്, ഒരു പച്ചമുളക്. ഇത്രയാണ് ഞാൻ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇനി ഇതിന്ന് നമുക്ക് ഇതിൻ്റെ ബോണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി പീസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ എല്ലാം ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ വെജിറ്റബിൾസിലേക്കൊക്കെ. പിന്നെ ഒരു 1/4 ടീസ്പൂണോടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില. ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഷവർമേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഷവർമ പോള എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു തവ ഇവിടെ വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സോസ് പാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പോള ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സോസ് പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ബാറ്റർ ഒഴിക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഞാൻ ഇതുപോലെ ഒരേ അളവിൽ മെഷർ ചെയ്തിട്ട് 2 പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പോള തയ്യാറാക്കി വരുമ്പോൾ നല്ല കറക്റ്റ് തിക്നെസ് ഉണ്ടാവും, അടിയിലും മുകളിലുമായിട്ട് ഒരേ അളവിൽ വന്നിട്ടുണ്ടാവും. അതിനാണ് ഞാനിവിടെ 2 പാത്രത്തിൽ ഒരേ അളവിൽ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സോസ് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ, ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, കാരണം മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കനും വെജിറ്റബിളും കൂടി ഉള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വരുള്ളൂ. എല്ലാവരും ഒന്ന് കവറായി വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ വെജിറ്റബിളും കൂടിയുള്ള മിക്സ് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ കുറച്ച് ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോള ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 to 30 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് വേറൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 20-30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വിട്ട് വരുന്ന ഈ ഒരു പരുവാണ് ആവേണ്ടത്. പിന്നെ അത് അത്യാവശ്യം നന്നായിട്ടൊന്നും ഇങ്ങനെ കുക്കായിട്ടല്ലാതെ നിങ്ങളിത് മറിച്ചിടരുത്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായതിൻ്റെ ശേഷം മാത്രം തിരിച്ചിടുക. ഇനി ഇത് നമുക്കൊരു വേറൊരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 25 മിനിറ്റോളം, എനിക്ക് 25-30 മിനിറ്റ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ഷവർമ പോള ഞാനിത് ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ മുകൾ ഭാഗം ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഫ്രൈ പാനിലൊന്ന് തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം, നല്ല കുക്കായതിൻ്റെ ശേഷം മാത്രം തിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച ബാറ്ററൊക്കെ നല്ല ഈക്വലായിട്ട് ഒഴിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.